സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചൂടുപിടിച്ചിരിക്കെ ഇടതുമുന്നണിയുടെ കൺവീനറായ ഇ.പി. ജയരാജനെതിരെ പാർട്ടിക്കുള്ളിൽ അതൃപ്തി പുകയുന്നു. സംസ്ഥാനത്തെ 20 മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചുക്കാൻ പിടിക്കേണ്ട ഇ.പി. ജയരാജൻ കണ്ണൂരിൽ ഒതുങ്ങുന്നുവെന്നാണ് ആരോപണം. CPM സംഘടനാ സംവിധാനം എണ്ണയിട്ട യന്ത്രം പോലെ സ്ഥാനാർത്ഥികൾക്കായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഇടതുമുന്നണി എന്ന നിലയിൽ ഏകോപനമില്ലായ്മ പലയിടങ്ങളിലും ദൃശ്യമാണ്. നേരത്തെ കൺവീനറായി വൈക്കം വിശ്വനും എ. വിജയരാഘവനും തെരഞ്ഞെടുപ്പ് രംഗത്ത് ചടുലമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിരുന്നുവെങ്കിൽ ആരോഗ്യപരമായ കാരണങ്ങൾ പറഞ്ഞ് മുഖ്യധാരയിലിറങ്ങാതെ വഴുതിക്കളിക്കുന്ന ഇ.പി. വെറും കണ്ണൂരിലെ നേതാവായി ഒതുങ്ങുകയാണെന്ന അതൃപ്തി പാർട്ടി സംസ്ഥാന നേതൃത്വത്തിനുണ്ട്. ഭാര്യ സഹോദരിയായ P.K. ശ്രീമതിക്ക് സീറ്റ് നിഷേധിച്ചതും ചില മണ്ഡലങ്ങളിൽ തന്റെ ഇംഗിതം നോക്കാതെ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചതിലും ഇ.പി. ജയരാജനെ പ്രകോപിപ്പിച്ചിട്ടുണ്ടെന്നാണ് പാർട്ടിക്കുള്ളിൽ നിന്നും ലഭിക്കുന്ന സൂചന. ആരോഗ്യപരമായ കാരണങ്ങളാൽ LDF കൺവീനർ സ്ഥാനത്ത് നിന്നും തന്നെ ഒഴിവാക്കണമെന്ന് മുഖ്യമന്ത്രിയോടും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയോടും ആവശ്യപ്പെട്ടിട്ടും അംഗീകരിക്കാത്തതും ഇ.പി. ജയരാജനെ ചൊടിപ്പിച്ചിട്ടുണ്ട്. കണ്ണൂർ പാപ്പിനിശ്ശേരിയിലെ വീട്ടിൽ നിന്നും പാർട്ടിയെ വെട്ടിലാക്കുന്ന ചില പ്രസ്താവനകൾ ഇ.പി. ജയരാജൻ മാധ്യമപ്രവർത്തകരെ വിളിച്ചുവരുത്തി പറയുന്നതിൽ സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദന് അതൃപ്തിയുണ്ട്. ഇത്തരം പ്രസ്താവനകൾ കൊടുക്കേണ്ടതില്ലെന്നാണ് പാർട്ടി പത്രത്തിന് ലഭിച്ച നിർദ്ദേശം. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. M.V. ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കെ ചുമതലയേറ്റതിനു ശേഷം വരുന്ന ആദ്യ ലോക്സഭാ തെരഞ്ഞെടുപ്പാണിത്. അതുകൊണ്ട് തന്നെ ഇടതുമുന്നണി നില മെച്ചപ്പെടുത്തുക എന്നത് അദ്ദേഹത്തിന് നിർണായകമാണ്. എന്നാൽ ഇതിന് തുരങ്കം വെക്കുന്ന നടപടികളാണ് BJP മുഖ്യ എതിരാളിയാണെന്ന് ഇ.പി. തുറന്നടിച്ചതിന് പിന്നിലെന്നാണ് M.V. ഗോവിന്ദനെ അനുകൂലിക്കുന്നവർ കരുതുന്നത്. ഇതുകൂടാതെ മുസ്ലിം ലീഗിനെ നിരന്തരം മുന്നണിയിലേക്ക് ക്ഷണിക്കുകയും പ്രീണിപ്പിക്കുകയും ചെയ്യുന്നത് സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പൊതു തീരുമാനമല്ലെന്നാണ് വിലയിരുത്തൽ. കേരളത്തിൽ മത്സരം LDFും UDFും തമ്മിലാണെന്നും NDA ഒരു ശക്തിയെയല്ലെന്ന് മുഖ്യമന്ത്രി ഇ.പി.യെ തിരുത്തി പറഞ്ഞതിന് പിന്നാലെ സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദനും ഇ.പി.യെ തള്ളിപ്പറഞ്ഞത് പാർട്ടിയിൽ ഇ.പിക്ക് വീണ്ടും ക്ഷീണം ചെയ്തിട്ടുണ്ട്. പരസ്യമായി കുറ്റപ്പെടുത്തിയിട്ടില്ലെങ്കിലും ഇ.പിയുടെ മുൻപിൽ നോക്കാതെയുള്ള പ്രതികരണങ്ങളിലുള്ള അതൃപ്തി ഇരു നേതാക്കളുടെ വാക്കുകളിലും ധ്വനിച്ചിരുന്നു. മധുരിച്ചിട്ട് ഇറക്കാനും വയ്യ, കഴിച്ചിട്ട് തുപ്പാനും വയ്യെന്ന അവസ്ഥയിലാണ് CPMന് ഇ.പി. ജയരാജന്റെ ഇടങ്കോലിടൽ കൊണ്ട് ഉണ്ടായിരിക്കുന്നത്. മറ്റേതെങ്കിലും നേതാവായിരുന്നുവെങ്കിൽ ഇതിനകം തന്നെ പാർട്ടിയിൽ നിന്നും പുറത്തു പോയേനെ എന്ന അഭിപ്രായമാണ് മിക്ക CPM നേതാക്കൾക്കുമുള്ളത്. ഇതിനിടയിൽ ഇ.പിയെ വീണ്ടും ഒതുക്കുന്നതിനായി പഴയ വൈതകം റിസോർട്ട് വിവാദം എതിർവിഭാഗം വീണ്ടും കുത്തിപ്പൊക്കി കൊണ്ടുവന്നിട്ടുണ്ട്. പ്രതിപക്ഷത്തിനും ബൂർഷ മാധ്യമങ്ങൾക്കും ഇത്തരമൊരു വടി പാർട്ടിയിലെ ചിലർ കൊടുക്കുന്നുവെന്നാണ് ഇ.പിയെ അനുകൂലിക്കുന്നവർ പറയുന്നത്. ഇതാണ് തിരുവനന്തപുരം ലോക്സഭ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറുമായി ബിസിനസ് ബന്ധം ഇ.പിക്കുണ്ടെന്ന ആരോപണം ഉയരുന്നത്. വൈദേകത്തിന്റെ മേജർ ഷെയറുകൾ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖറിന്റെ നിയന്ത്രണത്തിലുള്ള നിരാമയ ട്രസ്റ്റിനാണ്. കോടികൾ മുടക്കിയാണ് ഇ.പിയുടെ ഭാര്യയുടെയും മകന്റെയും പങ്കാളിത്തമുള്ള വൈദേകം നിരാമയെ ഏറ്റെടുത്തത്. പാർട്ടിക്കുള്ളിൽ P. ജയരാജൻ ആരോപണമുന്നയിച്ചതിനെ തുടർന്നാണ് വൈദേകത്തിൽ നിന്നും ഒഴിയാൻ ഇ.പിയുടെ കുടുംബം തീരുമാനിച്ചത്. ഇപ്പോൾ തനിക്കെതിരെ ഗൾഫിൽ ബിസിനസ്സുകൾ ഉണ്ടെന്നുള്ള ചില വാർത്തകൾക്കു പിന്നിൽ പാർട്ടികളിലെ ചിലരാണെന്ന് ഇ.പി കരുതുന്നുണ്ട്. കണ്ണൂരിൽ ഏറ്റവും ഒടുവിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യം ഊന്നിക്കൊണ്ട് പറയാനാണ് ഇ.പി ശ്രമിച്ചത്. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറുമായി ബിസിനസ് ബന്ധമെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ആരോപണം ഇ.പി തള്ളിയിട്ടുണ്ട്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഐ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ.